എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ കെയർ റെമഡി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ടോണിക്കാണ്. അപ്പോൾ നമ്മൾ ശരീര വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ടോണിക്ക് കുടിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ടോണിക്ക് എന്തുമാത്രം എഫക്റ്റീവാണ് എന്നുള്ളത് നിങ്ങൾക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഹെയർ ടോണിക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മുടി വളർച്ചയാണല്ലോ എല്ലാവരുടെ ആവശ്യം. നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ടോണിക്ക്, ഹെയർ ഗ്രോത്ത് ടോണിക്ക് ഇപ്പം ഓൾറെഡി നിങ്ങളിപ്പം ഹെയറൊക്കെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഡെയിലി ഹെയർ കെയർ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഉള്ള മുടി അതുപോലെ നല്ല ആരോഗ്യത്തോടെ ഇനി അങ്ങോട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെയർ ഇഷ്യൂസ്, ഇപ്പോൾ മുടി കൊഴിച്ചിലാകാം, എന്തെങ്കിലും സ്കാൽപ്പ് ഇൻഫെക്ഷൻസ്, അത് ഡാൻഡ്രഫോ ഇച്ചിങ്ങോ ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ്, അങ്ങനത്തെയുള്ള സ്കാൽപ്പ് ഇഷ്യൂസ് ആകാം. അതുപോലെ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആകാം, ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആകാം. അപ്പോൾ ഇതുപോലത്തുള്ള ഹെയർ ഇഷ്യൂസ് ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒന്നാന്തരം ഒരു ടോണിക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ക്ഷമയോടെ ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം ഇത് ചെയ്തു തുടങ്ങിയാൽ മതി. കാരണം ഇതിപ്പോൾ നാളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതാദ്യം തന്നെ ഞാൻ പറയാം. ഇത് നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്ത് പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല നാച്ചുറൽ റോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. അപ്പോൾ ഈ 1-2 ആഴ്ചയൊക്കെ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവർ ദയവേത് ഇത് ഉപയോഗിച്ച് തുടങ്ങരുത്. കാരണം വെറുതെ കാര്യമില്ല. അപ്പോൾ ഇത് ഒരു 3 to 4 months ആണ് ഇതിൻ്റെ ഒരു സമയം. ഇത്രയും സമയം എടുക്കും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനത് പറയാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത് അമേസിങ് ആയിരിക്കും. 100% ഉറപ്പാണ്. നിങ്ങളിത് 3 മാസം അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിരിക്കും. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത് കാരണം ആ ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസ് ഒന്നും തന്നെ മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണിക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയാം, അതിൻ്റെ ഗുണങ്ങൾ പറയാം. നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചോറ് വെക്കാൻ എടുക്കുന്ന റൈസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റൈസായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ റൈസ് വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ റൈസ് വാട്ടറിൻ്റെ ഗുണങ്ങളെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ റൈസ് വാട്ടർ ഈ ചൈനയിലും ജപ്പാനിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഉള്ള സ്ത്രീകൾ അവരുടെ ഹെയർ കെയറിൽ നൂറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇതിൽ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഹെയർ റെജുവിനേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഹെയറിനെ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ റൈസ് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലപോലെ നീളം വയ്ക്കും. ഹെയർ നല്ല സിൽക്കി ആകാനും നല്ല ഓളിയത്തിൽ നല്ല തിക്കായിട്ട് ഹെയർ വളരാനും ഒക്കെ
ഈ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. ഈ റൈസ് വാട്ടർ ഒരുവിധം ഏത് ഹെയർ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹെയറിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ചിലരുടെ ഹെയർ ഉണ്ട് ഒട്ടും തന്നെ ആരോഗ്യം ഉണ്ടാകത്തില്ല, ഇങ്ങനെ തൊടുമ്പം തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്ന ഹെയർ. അപ്പം നമ്മുടെ ഹെയറിന് നല്ലൊരു ഇലാസ്റ്റിസിറ്റി കൊടുക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോട് കൂടി നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ റൈസ് വാട്ടർ. അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ഹെയറിനെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി എടുക്കാനും അതുപോലെ ഡാമേജ് ഒന്നും വരാതെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് വാട്ടർ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന റൈസ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പച്ചരി ഉണ്ടല്ലോ അതെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 കപ്പ് വരുന്ന മെഷറിംഗ് കപ്പ്, അതിൽ ഫുള്ളായിട്ട് റൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഹെയർ കെയറിൽ ഉപയോഗിക്കാറുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഇതിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മിനറൽസും വൈറ്റമിൻസും അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഉലുവ ഇവിടെ നമ്മൾ ഉലുവ വാട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഉലുവ അരച്ച് പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഉലുവ സോക്ക് ചെയ്തിട്ട് വാട്ടറായിട്ടും ഒക്കെ നമ്മൾ പല രീതിയിൽ ഉലുവ യൂസ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഉലുവ വാട്ടറാണ് ആവശ്യം. അപ്പോൾ ഈ ഉലുവ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നറിഷ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അങ്ങനെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യിക്കാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ മുടിയിഴകൾ ഉണ്ടായി വരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഉലുവയ്ക്ക് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെയൊക്കെ മാറ്റിയെടുത്ത് മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആണെങ്കിൽ ഇച്ചിങ്ങും ഫ്ലേക്കിനെസ്സും ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് അതുപോലെ തന്നെ മാനേജബിൾ ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. അതുപോലെ ഈ ഉലുവയിലുള്ള ഹോർമോൺ റെഗുലേറ്റിംഗ് കോമ്പൗണ്ട്സ് ഹെയർ ഫോളിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കാരണം ഹെയർ ഫോൾ വരാം. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരാതെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉലുവ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത്തരം ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സ്കാൽപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ ഇതിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതൊരുപാട് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത്. അപ്പോൾ ഈ ഉലുവ നമ്മൾ നേരത്തെ റൈസ് എടുത്തില്ലേ, അതിൻ്റെ പകുതി പോർഷൻ ഉലുവ എടുക്കുക. അപ്പം ആ ഒരു മെഷറിംഗ് കപ്പിൽ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഉലുവ എടുക്കുക, അതും നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് റൈസ്, സെക്കൻഡ് നമുക്ക് വേണ്ടുന്നത് ഉലുവ. ഇത് രണ്ടും നല്ലപോലെ കഴുകിയെടുക്കണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീലാണ്, ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതൊരു അസിഡിക് നേച്ചറുള്ള സാധനമാണ്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ മാറ്റാനും ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ സ്കാൽപ്പിനെ നല്ല ക്ലീനാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു കണ്ടീഷണറാണ്. അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കൽസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെയൊക്കെ ശരിയാക്കി ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഇതിൽ വൈറ്റമിൻ B12 വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പവർഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് അതുകൂടെ എടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് അലോവേര ജെല്ല്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി അതിന് വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയേറെ ഗുണങ്ങളുള്ളൊരു സാധനമാണ് അലോവേരയും.
മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു അടിപൊളി കണ്ടീഷണറാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്. സ്കാൽപ്പ് ഇൻഫെക്ഷനും ഡാൻഡ്രഫും അങ്ങനെ ഇച്ചിങ്ങും എല്ലാ സാധനങ്ങളും കളയാൻ പറ്റുന്ന കിഡിലെ സാധനമാണ്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെൽ. അപ്പോൾ അതിൻ്റെ ജെല്ല് കുറച്ച് എടുത്തിട്ട് ഒരു 1.5 സ്പൂൺ മതിയായിരിക്കും. അപ്പോൾ അതുകൂടെ എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ടോണിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സാധനം എന്തുമാത്രം അടിപൊളിയാണെന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു ജാറിലേക്ക് ആക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജാറോ ഗ്ലാസ് ജാർ എടുക്കുക കഴിവതും. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഗുണങ്ങളെല്ലാം അതിനകത്ത് ഇറങ്ങിയ റൈസ് വാട്ടൊക്കെ ഫെർമെൻ്റ് ആയിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വന്ന് ഇങ്ങനെ റെഡിയായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതെടുത്തിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കിഡിലെ സാധനമാണ്. നമ്മൾ ചേർത്ത റൈസിൻ്റെയും ഉലുവയുടെയും ഓറഞ്ച് പീലിൻ്റെയും അലോവേരയുടെയും എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണിക്. ഇത് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് ഫുൾ രാത്രി സോക്ക് ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്നത് കളയേണ്ട ആവശ്യമില്ല. അത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ബ്രൈറ്റനിങ് പാക്കാണ്. സ്കാൽപ്പിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മുടിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടും. പക്ഷേ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ക്യാപ്പിൽ ഇങ്ങനെ കോംബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടൈപ്പ് നമുക്ക് അതിൻ്റെ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അതിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് അധികം ഇങ്ങനെ പുറത്തേക്കൊന്നും വീഴാതെ മെസ്സി ആകാതെ എന്നാൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2 or 3 തവണ യൂസ് ചെയ്യാം. തുടർച്ചയായിട്ട് 3 or 4 മാസം നമുക്ക് അടിപൊളി റിസൾട്ടാണ്. റിസൾട്ട് 100% ഉറപ്പാണ്. പിന്നെ നമുക്കിത് കൂടുതലായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 10 ദിവസം വരെ കേടുകൂടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും നിങ്ങൾ അന്നേരം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അത് നിങ്ങൾ മാറ്റിയെടുക്കുക. അല്ലാതെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം അത് ഫുള്ളോട് കൂടി കഴിഞ്ഞ് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേയായിട്ട് അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലാതെ അത് എല്ലാ ദിവസവും നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്താൽ മതി. ഇനി ഒരു സാധനം കൂടെ പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു ഡാൻഡ്രഫ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് ഡാൻഡ്രഫിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. നമ്മുടെ ഈ ഒരു ടോണിക്കിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നീം ലീവ്സ്, ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടോണിക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിനോടൊപ്പം ചേർത്ത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു 3 തവണ വെച്ചിട്ട് 4 ആഴ്ച ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആ ഡാൻഡ്രഫ് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡാൻഡ്രഫ് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഇൻഗ്രീഡിയൻറ്റ് മാറ്റിയിട്ട് ഈ ടോണിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഓൾറെഡി ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇതിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കാര്യമാണ്. നീം ലീവ്സ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ ടോണിക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോണിക്കിൻ്റെ ഗുണങ്ങൾ കൊണ്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന മുടിയിലായിരിക്കും. നമ്മുടെ ഉള്ള ഹെയർ കുറേ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സിൽക്കി ആയിട്ട് കിട്ടും. പക്ഷേ പുതിയതായിട്ട് വരുന്ന ഹെയറിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് റിസൾട്ട് പറയാൻ മറക്കരുത്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ വീക്ക്ലി ഒരു ഹെയർ കെയർ റുട്ടീൻ പറയണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയും കേട്ടോ. അപ്പം ഭയങ്കര ഞാനെപ്പോഴും ഹെയർ കെയറിൽ ഭയങ്കര സിമ്പിൾ റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നും ഓരോ സാധനങ്ങൾ തലയിലും തേക്കുന്ന ആ പരിപാടിയില്ല. ഭയങ്കര സിമ്പിൾ റുട്ടീനാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു റുട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ക്ലൈമറ്റൊക്കെ മാറുന്നതനുസരിച്ച് ഹെയർ കെയർ റുട്ടീൻ ചേഞ്ച് ആക്കാറുണ്ട്. കാരണം ഓരോ ക്ലൈമറ്റിലും നമ്മൾ മുടി സംരക്ഷിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫ് വരുന്ന ചില ക്ലൈമറ്റുകൾ കാണും, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന ചില ക്ലൈമറ്റുകൾ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നല്ല ഹെയർ കെയർ റുട്ടീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ, നമുക്കത് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.